വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഭാവിയിൽ ഒരു വില്ല പ്രൊജക്റ്റായി മാറാൻ പോകുന്ന ഒരു സൈറ്റിലാണ് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. 3 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഉണ്ട് എന്നതാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് വീടിൻ്റെ എലിവേഷനിലേക്ക് പോകാം. ബോക്സി എലിവേഷനിൽ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും 2-വേ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ വന്നിരിക്കുന്നത്. 3.2 മീറ്ററോളമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് റോഡ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ സിമ്പിളായി നിർമ്മിച്ചിട്ട ഒരു കോമ്പൗണ്ട് വാളാണ്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷന് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ് കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നത്. 5.7 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് സൈഡിലായിട്ടാണ്. 15 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് ഒരു കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഫ്രണ്ട് സൈഡിലെല്ലാം തന്നെ ബേസ്മെൻറ്റിൽ ലാറ്ററേറ്റ് ഡിസൈനുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഉള്ളത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനായിട്ടുണ്ട്. 9.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ടാപ്പ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇത് ഡൈനിങ് സ്പേസിൽ നിന്നുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗാർഡനോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടനോ ഒക്കെ ചെയ്ത് ഒരു കോർട്ട്യാർഡാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ വീടിൻ്റെ കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. 4.5 സെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീടിൻ്റെ 4 സൈഡിലും നമുക്ക് അത്യാവശ്യ സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്ലോസി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടിയോളം നീളവും 3 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2 എൻഡിലായി നൽകിയിരിക്കുന്ന പില്ലറിന് വുഡൻ ഫിനിഷിലുള്ള പെയിൻ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 10 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്കും 3 ഡോർ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു C ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു കോഫി ടേബിളിനുള്ള സ്പേസും ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വന്നിരിക്കുന്നത്. ഇത് ഇവിടേക്ക് കണ്ടിന്യൂ ചെയ്ത് ഇവിടെയായിട്ട് ഒരു പാനലിംഗ് ആയിട്ട് വരുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റും വുഡും ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു സീലിംഗ് വർക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TVക്കുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 16 അടിയോളം നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പുറത്തേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു കോർട്ട്യാർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ക്രോക്കറിയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ കിച്ചണിൻ്റെ സ്പേസ് പോവാതിരിക്കാൻ ഇവിടെയായിട്ട് വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിനുള്ള പോയിൻ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ ഇവിടെയും വുഡും വൈറ്റും ബ്രൗൺ കോമ്പിനേഷനിൽ സീലിംഗ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ട് കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ നല്ലൊരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു പാർട്ടീഷനും വന്നിട്ടുണ്ട്. വുഡ് ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു പാർട്ടീഷനും ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയസ്സും GMൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി ടൈലുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത ഒരു പാനലിംഗ് വർക്കും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 9 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. 2 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായി നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും നൽകിയിട്ടുണ്ട്. ഇനി ടാപ്പ് കൂടി വരാനായിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് ഉള്ളത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് സ്പേഷ്യസ് ആയി ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി ഡോറ് കൂടി വരാനുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാട്ടർ പ്രോസസ്സും സെറയുടെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിനും 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി ഇവിടെ ഡോറ് കൂടി വരാനുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വാളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 12 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ ചെയ്യാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനും ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി ഡോറ് കൂടി വരാനുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാട്ടർ പ്രോസസ്സും സെറയുടെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 25 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഇവിടെയെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടി ഇറക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയറും വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. 15 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ചെറിയൊരു പോർഷൻ കവേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്താണ് ആ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഓപ്പൺ ബാൽക്കണിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8.5 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 16 കിലോമീറ്റർ,
സാമറിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 4.3 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 23 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ എസ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.